പ്രിയപ്പെട്ടവരെ, സീപ്ലെയിനിൽ പദ്ധതിക്കെതിരെ വിമർശനവുമായി CPIയുടെ മുഖപത്രം ജനയുഗം. ടൂറിസം മേഖലയ്ക്കായി പദ്ധതി ലാഭകരമല്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കുകയാണെന്ന് ലേഖനത്തിൽ വിമർശനമുണ്ട്. തൊഴിലാളികൾ വികസന വിരുദ്ധരല്ല, എന്നാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യം കൂടി സർക്കാർ പരിഗണിക്കണമെന്നും TJ ആഞ്ചലോസിന്റെ ലേഖനത്തിൽ പറയുന്നു. ശരത് SS ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത്, നേരത്തെ തന്നെ ഈ സീപ്ലെയിനെതിരെ നിലപാട് ഘടിപ്പിച്ച് രംഗത്ത് വന്നതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ ആഞ്ചലോസ് ആണ്. CPMന്റെ ചിത്രഞ്ജൻ അടക്കമുള്ളവർ കഴിഞ്ഞ തവണ സമരരംഗത്തുണ്ടായിരുന്നു. അതിൽ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആഞ്ചലോസിന്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. സീപ്ലെയിനിൽ സർക്കാർ വലിയ പ്രതീക്ഷ വയ്ക്കുമ്പോഴാണ് CPI ഇതിൽ വിമർശനം കടുപ്പിക്കുന്നത്. എന്താണ് ലേഖനത്തിൽ പറയുന്നത്? സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന താല്പര്യത്തിൽ തന്നെയാണോ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് സീപ്ലെയിനെതിരെ ഇപ്പോഴും CPI നിലപാട് കടുപ്പിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതായത് CPI ജില്ലാ സെക്രട്ടറിയായ TJ ആഞ്ചലോസിന്റെ ലേഖനത്തിലാണ് ഇന്നിപ്പോൾ സീപ്ലെയിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് മത്സ്യത്തൊഴിലാളികളും ജലവിമാന പദ്ധതിയും എന്നാണ് ഈ ലേഖനത്തിന്റെ തലക്കെട്ട്. ഈ ലേഖനത്തിൽ പറയുന്നത് ഗുജറാത്തിലും സമാനമായ സീപ്ലെയിൻ പദ്ധതി കൊണ്ടുവന്നിരുന്നു. പ്രധാനമന്ത്രിയായിരുന്നു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഒരു ഏജൻസിയും ഇത് ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് തന്നെ പദ്ധതി നിലച്ചു പോവുകയാണ് ഉണ്ടായത്. 17.5 കോടിയാണ് ഗുജറാത്ത് സർക്കാരിന് അന്ന് നഷ്ടമുണ്ടായതെന്ന് അവിടെ നിന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 2013 കേരളത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്ന സമയത്തും കോടികളുടെ നഷ്ടമുണ്ട് ഖജനാവിൽ ഉണ്ടായെന്നുള്ളതും CAG റിപ്പോർട്ടുണ്ട്. ആ രീതിയിൽ പദ്ധതി ലാഭകരമല്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് ടൂറിസം മേഖലയ്ക്ക് അല്ലെങ്കിൽ ടൂറിസം വകുപ്പിനായി ഇത്തരം പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് TJ ആഞ്ചലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഈ പദ്ധതിയെ പൂർണ്ണമായും എതിർക്കുന്നില്ല. അതായത് വിമാനത്താവളത്തിലെത്തുന്ന പദ്ധതിയെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായും എതിർക്കുന്നില്ല. പക്ഷേ കായലുകളിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഈ പദ്ധതിയെ എതിർക്കുന്നത്. വിമാനത്താവളം എന്ന രീതിയിൽ പദ്ധതി കൊണ്ടുവരുന്നതിനെതിരല്ല, പക്ഷേ കായലുകളിലേക്ക്, അതായത് മത്സ്യത്തൊഴിലാളികൾ എതിർക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ TJ ആഞ്ചലോസിന്റെ ലേഖനം വരുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണ്. യഥാർത്ഥത്തിൽ ഈ കായൽ ടൂറിസത്തെയാണ്, സീപ്ലെയിൻ യാത്രയാണ് മത്സ്യത്തൊഴിലാളികൾ എതിർക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് കായലിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ ഇക്കാര്യം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ വിമാനത്താവളവും ഡാമുകളിലേക്കും എന്ന രീതിയിലേക്കാണ് പദ്ധതിയുള്ളത്. പക്ഷേ ഇത് വേമ്പനാട് അഷ്ടമുടി കായലുകളിലേക്ക് എത്തും എന്നൊരു രീതിയിൽ അറിയിപ്പുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രതിഷേധമുയർന്നത് എന്നുള്ളതാണ് TJ ആഞ്ചലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം ആരും ശ്രവിക്കുന്നില്ല. അതായത് വിവിധ വികസന പദ്ധതികളുടെ പേരിൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ ഇത്തരം പദ്ധതികളുടെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസമോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും തന്നെ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് TJ ആഞ്ചലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം സർക്കാർ പരിഗണിക്കണം, മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം ഭരണവർഗം പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ ആഞ്ചലോസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.